നമ്മുടെ LDFും UDFും ഇവിടെ അവരിങ്ങനെ പറയുന്നു ഞങ്ങൾ ഓപ്പോസിഷനാണ്, ഞങ്ങൾ റൂളിംഗ് പാർട്ടിയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാലോ, അവര് പാർട്ട്നേഴ്സാണ്, പങ്കാളിയാണ്. ഈ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞൊരു സാധനം, ആ ഇന്ത്യ അലയൻസിൽ ചായയും സമോസയും കഴിക്കുന്ന LDFും UDFും, ഡൽഹിയിൽ ഇരുന്ന് ചായയും സമോസയും കഴിക്കുന്ന ഇന്ത്യ അലയൻസിലെ LDFും UDFും, അവർ ഏത് സ്റ്റേറ്റിലും പോയാലും ആദ്യം കുറെ വാഗ്ദാനം കൊടുക്കും, ഒന്നും ചെയ്യില്ല. നമ്മൾ ഇവിടെയും കണ്ടതല്ലേ, 15 കൊല്ലം മുമ്പേ ബാർസലോന, ഇത് ഓന മറ്റേ ഓന എല്ലാം പറഞ്ഞ ഒരു MP ഇല്ല ഇവിടെ. ഒന്നും നടന്നോ? വാഗ്ദാനം കൊടുക്കും, ഒന്നും ചെയ്യില്ല. അതൊരു കോൺഗ്രസ് പാർട്ടി. CPI CPM ആണെങ്കിൽ ഒന്നും ചെയ്യില്ല, ഒന്നും പറയൂല, മറ്റൊരാരും ചെയ്യാൻ സമ്മതിക്കൂല. നമ്മുടെ BJP NDA ആണെങ്കിൽ ഏത് മാനിഫെസ്റ്റോ നോക്കിയാലും പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടി മാത്രമേ ഇന്ത്യയിലുള്ളൂ, അതാണ് BJP NDA അലയൻസ്. അപ്പോൾ ഈ ഇന്ത്യ അലയൻസ് പോകുന്നത് എല്ലാ സ്റ്റേറ്റിലും നോക്കിയാൽ ഏറ്റവും ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ്, ഏറ്റവും ഹൈ അഴിമതി, ഏറ്റവും ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്. അത് ഞാനല്ല പറയുന്നത്, സുപ്രീം കോടതി പറയുന്നു. ഇവിടെ CPI CPM സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിങ്ങളുടെ മിസ്മാനേജ്മെന്റിന്റെ കാരണം ഇക്കോണമി ഈ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഇന്ത്യ അലയൻസ് എല്ലാ സ്ഥലത്ത് പോയാലും അവര് ഇങ്ങനെ ഹൈ അൺഎംപ്ലോയ്മെന്റ്, ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, അഴിമതി, ലോ ആൻഡ് ഓർഡർ, അതാണ് അവരുടെ ഒരു പെർഫോമൻസ്. ഇവിടെ നോക്കൂ, ഞാൻ മാർച്ച് 4 വൈകുന്നേരം ഇവിടെ എത്തി. എല്ലായിടത്തും പോയി തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ ജനങ്ങളെയും മീറ്റ് ചെയ്ത് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി. എത്രയോ പ്രശ്നങ്ങളും എത്രയോ കൊല്ലായിട്ട് അതിന്റെ പരിഹാരം ഉണ്ടാക്കാത്തൊരു പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു, ചെറിയ വിഷമങ്ങൾ വലിയ വേദനയാവുന്നു. ആരും ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ താല്പര്യമില്ല, അവർക്കൊരു കഴിവുമില്ല. ഇന്ന് നോക്കൂ, തീരദേശത്തെ മേഖലയിൽ എന്തൊരു സ്ഥിതിയാണ്. കടലാക്രമണം, അവിടെ എത്രയോ കാലമായിട്ട് ആ പ്രോബ്ലംസ് ഒന്നും ആരും സോൾവ് ചെയ്യുന്നില്ല. കുട്ടികൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പ് സമരം ചെയ്യുന്നു. 3 കൊല്ലം മുമ്പേ അവർ എക്സാമിനേഷൻ കൊടുത്ത് പോലീസ് കോൺസ്റ്റബിളിന് അഡ്മിഷൻ എക്സാം കൊടുത്തു. ഇന്നും അവർക്ക് ആ പൊസിഷൻ കിട്ടുന്നില്ല. അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. എൻ്റെ അടുത്ത് ടൈമില്ല, അതുകൊണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല. ബട്ട് നമുക്ക് തിരുവനന്തപുരത്തിനെയും കേരളത്തിനെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വിഷനും അദ്ദേഹത്തിൻ്റെ ഒരു പണിയെടുക്കുന്ന സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ആവശ്യമുള്ളത്. ഇന്നലെ BJPന്റെ മാനിഫെസ്റ്റോയിൽ എത്രയോ അനൗൺസ്മെന്റ്സ് നമ്മുടെ കേരള നാടും നമ്മുടെ തിരുവനന്തപുരത്തിനും ബെനിഫിറ്റ് ചെയ്യാൻ എത്രയോ സ്കീംസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ വെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം തീരദേശത്തെ കടലാക്രമണം, കോസ്റ്റൽ സീ ഇറോഷന്റെ ഇഷ്യൂ. 5-10 കൊല്ലമായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. അതിലൊരു ഫുട്ബോളാണ്. ഇവിടുത്തെ MP 3 പ്രാവശ്യം എഴുതുന്നു, എന്നിട്ട് ഉറങ്ങുന്നു. സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങളുടെ അടുത്ത് കാശില്ല. ജനങ്ങളുടെ വേദനയും ജനങ്ങളുടെ പ്രശ്നങ്ങളും അത് ആർക്കും അതിന്റെ പരിഹാരം എടുക്കാൻ ആർക്കൊരു കഴിവുമില്ല, ആർക്കും താല്പര്യമില്ല. ഇന്നലെ BJPന്റെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും സ്പെസിഫിക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാക്കും, അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. അതുമാതിരി തന്നെ ഇന്നലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളം, PM ആവാസ് യോജന വീട്, PM സ്വാനിധിന്റെ സ്കീം നമ്മുടെ മത്സ്യ വിൽപ്പനക്കാർക്കും ബാക്കി സ്ട്രീറ്റ് വെൻഡേഴ്സിനും അതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്.
ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു, എൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ട് ആ സ്കീംസ് എല്ലാം നമ്മുടെ തിരുവനന്തപുരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ നന്നായിട്ട് പ്രയാസം ചെയ്യും, നന്നായിട്ട് എഫർട്ട് ഇടും. എന്നിട്ട് ആരുടെയും വേദനയും ആരുടെയും പ്രശ്നം ഒരു പരിഹാരം ഇല്ലാണ്ട് ഞാൻ വിടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പ് ഞാൻ തരുന്നു ഇന്ന് ഈ വേദിയിൽ നിന്ന്. തിരുവനന്തപുരത്തിന് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്രയോ പണി ചെയ്യാനുണ്ട്, എത്രയോ ഇവിടെ കഴിവുണ്ട്, ഒരു പൊട്ടൻഷ്യലും ഉണ്ട്. ടെക്നോളജി ലീഡറായ തിരുവനന്തപുരം 96-97 ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ മൊബൈൽ സെല്ലുലർ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ അന്ന് തിരുവനന്തപുരം ആയിരുന്നു 1ാം നമ്പർ ടെക്നോളജിയിലും ടെക്നോ പാർക്കിന്റെ ഒരു പൈനറായ ഒരു നഗരം. ഇന്നെവിടെയാ? 12ാം നമ്പർ 16ാം നമ്പറിൽ ഒരു തിരുവനന്തപുരം. അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ നമ്മുടെ സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അത് ചെയ്യാം. ടൂറിസം, വെൽനെസ്, ഹെറിറ്റേജ്, കൾച്ചർ ടൂറിസം തിരുവനന്തപുരത്ത് കൊണ്ടുവരാം. നമ്മുടെ തീരദേശത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, 590 കിലോമീറ്റർ ഉള്ള ഒരു കോസ്റ്റ് ലൈൻ ഉള്ള ഒരു കേരള, ഇന്ന് കമ്പയർ ചെയ്താൽ ആന്ധ്രാപ്രദേശോ കർണാടകയോ തമിഴ്നാട് കമ്പയർ ചെയ്താൽ ഒരു ഫ്രാക്ഷനും ഇല്ല നമ്മുടെ ഫിഷറീസ് ഇൻഡസ്ട്രിയിൽ അവരെ കമ്പാരിസണിൽ. അത് മാറ്റണം. അതുമാതിരി തന്നെ നമ്മുടെ കർഷകർക്ക് എത്രയോ പണി ചെയ്യാണ്ട് അത് ചെയ്യാൻ ഞാൻ പറഞ്ഞ മാതിരി കഴിവുണ്ട്, നമുക്ക് താല്പര്യമുണ്ട്, ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഞാൻ എൻഡിങ്ങിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടീസിനും അറിയാം, ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി 3ാം തവണ പ്രൈം മിനിസ്റ്റർ ആയി 400 ചില്ലറ സീറ്റ് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും അറിയാം, അതിന് ഒരു സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ 400 ആണോ 410 ആണോ 420 ആണോ 425 ആണോ അതൊരു സംശയം ഉണ്ടാവും. വേറൊരു സംശയം ഉണ്ടാവും, കോൺഗ്രസിന് അത് 40 ആണോ 30 ആണോ 25 ആണോ അതൊരു വേറെ സംശയം, അത് വിടൂ. ബട്ട് അന്ന് ആ ജൂൺ 4-ാം തീയതി ഇന്ന് ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന 4 കാൻഡിഡേറ്റ് അവരെ ജയിപ്പിച്ച് നമ്മുടെ നരേന്ദ്രമോദിജിന്റെ പാർലമെന്റും ഗവൺമെന്റിൽ അയച്ചാൽ നമ്മുടെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, വയനാട്ടില് എത്രയോ മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മുമ്പിൽ